പാലക്കാട്ടെ മത്സരം പ്രവചനാതീതമാണ്. സിറ്റിംഗ് എംപിയും CPM യുവനേതാവുമായ രാജേഷിനെ എളുപ്പത്തിൽ വിജയിപ്പിക്കാമെന്നായിരുന്നു LDF ധാരണ. എന്നാൽ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ പ്രചാരണം ശക്തമാക്കിയതോടെ കളം മാറി. മീനച്ചൂടിനെ അവഗണിച്ചും ശക്തമായ പ്രചാരണം നടത്തുന്ന ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ ആത്മവിശ്വാസം കൂടി വരികയാണ്. അതാണ് പ്രചരണ രംഗത്തും അതുപോലെ പ്രതികരണം ജനങ്ങളുടെ ഓരോ ദിവസം കഴിയുന്നതോറും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അതിന് കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വീട്ടമ്മമാരും. BJPക്ക് സംസ്ഥാനത്ത് കാര്യമായ വോട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. എന്നാൽ ശിവസേനയുടെ രാജേഷ് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് തലവേദനയാകുന്നു. അതേസമയം വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് രാജേഷിന് കിട്ടേണ്ട വോട്ടുകളിൽ വിള്ളലുയർത്തും. SDPക്ക് വോട്ട് കൂടിയാൽ UDFന്റെ നെഞ്ചിടിപ്പും ഉയരും. മാതൃഭൂമി റിപ്പോർട്ടറായ ശ്രീജിത്തിന്റെ സ്ഥാനാർത്ഥിത്വവും കൃഷ്ണഗിരി എസ്റ്റേറ്റ് വിവാദങ്ങളുമാണ് വീരേന്ദ്രകുമാറിന് തലവേദനയാകുന്നത്. ആം ആദ്മി പാർട്ടി, BSP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവരും മത്സരരംഗത്തുണ്ടെങ്കിലും പ്രചാരണത്തിൽ സജീവമല്ല. വിവിധ ജാതിമത സാമുദായിക വോട്ടുകളും പാലക്കാട് മണ്ഡലത്തിൽ നിർണായകമാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.